നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു നോട്ടിഫിക്കേഷൻ PSC റിലീസ് ചെയ്യാൻ പോവാണ്. ആ നോട്ടിഫിക്കേഷൻ ഏതാണ്, ആർക്കൊക്കെ ഇതിനെ അപേക്ഷിക്കാം, ഇതിന്റെ എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയൻ എന്തൊക്കെയാണ്, ലാസ്റ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ PSC എന്ത് ചെയ്യാൻ പോകുന്നത്, റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻ ഹാൻഡ് ബേസ് പേ 45,600 മുതൽ 95,600 വരെ നമുക്ക് ഇൻ ഹാൻഡ് സാലറി ബേസ് പേ ഉള്ള ഒരു ജോബാണ്. നല്ലൊരു യൂണിഫോമുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തന്നെ നല്ലൊരു പോസ്റ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് 15/12/2022 ജനുവരി 2023 ഇത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു എക്സാം ഏകദേശം മെയ് മന്തോട് കൂടിയിട്ടായിരുന്നു അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ആ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 59.67 ആയിരുന്നു. അതിൽ തന്നെ മാക്സിമം മാർക്ക് ഒരു ഉദ്യോഗാർത്ഥി സ്കോർ ചെയ്തിരിക്കുന്നത് 83.33 ആണ്. അതേപോലെ തന്നെ ഇന്റർവ്യൂല് മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 മാർക്കായിരുന്നു അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷയുടെ ലാസ്റ്റ് അഡ്വൈസ്, അതായത് നിലവിൽ നമുക്കിപ്പോൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട്. 2024, അതായത് 2023 എക്സാം ഒക്കെ കഴിഞ്ഞ് 2/9/2024 ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് PSC റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിനുശേഷം 3 വർഷത്തിന് ശേഷമാണ് അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് നമുക്കറിയാം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2027 2/9 എന്ത് ചെയ്യും, പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അങ്ങനെയാണെങ്കിൽ ഈ വർഷം 2026 കൂടി നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് അല്ലെ 2027 ആകുമ്പോഴത്തേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം, PSCക്ക് റിലീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുവരെ നിലവില് ഏകദേശം 121 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അവസാനത്തെ അഡ്വൈസ് പോയത് 26/12/2025 ബട്ട് മെയിൻ ലിസ്റ്റിൽ 606 ഉദ്യോഗാർത്ഥികളാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ പരീക്ഷയ്ക്ക് അപേക്ഷകരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10,787 ആണ്. പക്ഷേ ഇതിന് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9,327 ഉദ്യോഗാർത്ഥികളായിരുന്നു ഇതിന് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ അപേക്ഷിക്കുന്നതിലല്ല കാര്യം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു PSC പറയുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ കുറവായിരിക്കും. അപ്പൊ ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ വെറുതെ കയറി പ്രിപ്പയർ ചെയ്യാതെ അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പരീക്ഷ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 മാർക്കിന്റെ OMR എക്സാം ആയിരിക്കും. 100 മാർക്കിന്റെ OMR എക്സാമിനെ തുടർന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ ഇന്റർവ്യൂവും വരുന്നുണ്ട്. ഇന്റർവ്യൂവിന് 20 മാർക്കായിരിക്കും വരുന്നത്. ഇങ്ങനെയാണ് ഈ പരീക്ഷയുടെ ഒരു പാറ്റേൺ വരുന്നത്. ഇനി ഈ പരീക്ഷയ്ക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം, ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. 2022 നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇപ്പോഴും നമുക്ക് ഈ ഒരു ഏജ് ആയിരിക്കും ക്രൈറ്റീരിയൻ വരുന്നത്. ഇനി ഏജ് ലിമിറ്റ് വന്നിട്ടുണ്ടോ, ഉയർത്തിയിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് ഒരു ഉറപ്പ് പറയാനായിട്ട് ഒഫീഷ്യലി പറയാൻ പറ്റൂ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് തത്തുല്യമായിട്ടുള്ള യോഗ്യത, അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ, പോളിടെക്നിക് ആണ് പ്രത്യേകം പറയുന്നുണ്ട്. 3 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡോ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ സർട്ടിഫിക്കറ്റ്, അത് കേന്ദ്ര ഗവൺമെന്റിന്റെയോ സർക്കാർ അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് ആ കോളേജുകളിലായിരിക്കണം പഠിക്കുന്നത്. ഇനി അതേപോലെ തന്നെ മസ്റ്റ് ഹോൾഡ് എ കറന്റ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്. എന്താണ് ഡ്രൈവർ, ഹെവി ഗുഡ്സ്, ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ. അപ്പൊ അത്രയും നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം, ഡ്രൈവിംഗ് ലൈസൻസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആണ്. മെയിലിന് ഹൈറ്റ് 165 സെന്റിമീറ്റർ, ചെസ്റ്റ് പറയുന്നുണ്ട് എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ ആണ്. ഫീമെയിൽ കാറ്റഗറിക്ക് 152 സെന്റിമീറ്റർ ആണ് അവരെ ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പരീക്ഷയുടെ യോഗ്യത എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഐ ടെസ്റ്റ് പറയുന്നുണ്ട്.
അപ്പോൾ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് ഡിസ്റ്റന്റ് വിഷൻ സ്നെല്ലൻ 6 out of 6ഉം ലെഫ്റ്റും 6/6 തന്നെയാണ് പറയുന്നത്. നിയർ വിഷൻ 0.5 സ്നെല്ലൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം അവര് ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കളർ ബ്ലൈൻഡ്നെസ്സും അതുപോലെ ഐലിഡ്സ് അതർ ഐഷോൾ ഐ സംബന്ധമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷനും എന്നും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റ് സമയത്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നമുക്ക് ഈ പറയുന്ന ഫിസിക്കൽ മെഷേഴ്സും കൂടി അവർ നോക്കും. ഇൻ കേസ് നമ്മൾ ഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ആക്കാൻ നമ്മളെ അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ള സാധ്യതയില്ല. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ വർഷം നമുക്ക് 2026 അവസാനത്തോട് കൂടിയിട്ട് AMVAയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അവർ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് AZB അക്കാഡമി ടെക്നിക്കൽ വൈസ് ആയിട്ടുള്ള ഒരു വിങ്ങിൽ നമ്മുടെ AMVAയുടെ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് പ്രകാരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് മുൻപ് തന്നെ പഠനം ആരംഭിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കും. നമുക്ക് കേരളത്തിൽ തന്നെ മികച്ച അധ്യാപകരാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും, ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാകും, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാകും, PYQ ഡിസ്കഷൻസ് ഉണ്ടാകും, തുടങ്ങി ഒട്ടനവധം ഫീച്ചേഴ്സ് ആണ് നമ്മളുടെ ക്ലാസ് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴ്മയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നിങ്ങൾ എന്ത് ചെയ്യുക, വിളിച്ച് അഡ്മിഷൻ എടുക്കുന്നതുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.